54ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് ബഹ്റൈൻ. രാജ്യമെങ്ങും പൊടിതോരണങ്ങളും അലങ്കാര ദീപങ്ങളും ഒക്കെ കൊണ്ട് വർണ്ണശബളമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ വ്യത്യാസമില്ലാതെ ഈ ആഘോഷത്തിൽ ബഹ്റൈനിലെ സർവ്വ മനുഷ്യരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ദേശീയ ദിനം ആഘോഷിക്കാൻ മലയാളികളും പ്രവാസി മലയാളികളും എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ദേശീയ ദിനാഘോഷങ്ങളൊക്കെ? ദേശീയ ദിനാഘോഷം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കുടുംബത്തോടൊപ്പം. നല്ല രീതിയിലുള്ള ലൈറ്റുകൾ ബഹ്റൈനിലുടനീളം ഉണ്ട്. പ്രാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇവിടുത്തെ വിവിധ സംഘടനകളും ഈ ബഹ്റൈൻ ദേശീയ ദിനം വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. സന്തോഷം, നല്ല എന്താ പറയാ, നാഷണൽ ഡേ ആയിട്ട് വളരെ സന്തോഷമായിട്ട് മക്കളായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് വരുന്നത്. ഹാപ്പി നാഷണൽ ഡേ. നാഷണൽ ഡേ ആഘോഷിക്കാൻ വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബഹ്റൈൻ നാഷണൽ ഡേ. അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ബഹ്റൈന്. ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. നാഷണൽ ഡേ അടിച്ചു പൊളിക്കാം. നല്ല സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. ബഹ്റൈനിൽ കുറേ വർഷമായി താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ വളരെയേറെ ഒരു പ്രയാസം തന്നെയാണ്. നമ്മള് ഇവിടെ ഓരോ നാഷണൽ ഡേയും ഞങ്ങളുടെ സ്വാതന്ത്ര്യദിനം പോലെ ആഘോഷിക്കാറുണ്ട്. എൻ്റെ പേര് ഷിജന. ബഹ്റൈൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് പോലെ തന്നെയാണ്. ഇത് പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത് പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പവിഴം തന്നെയാണ്. ഞാൻ 4 വർഷമായി ഇപ്പോൾ ബഹ്റൈനിൽ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഈ വർഷം നാഷണൽ ഡേ വളരെ വിപുലമായി തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ലൈറ്റ്സും ഷോസും ഒക്കെ ഉണ്ട്. പിന്നെ നാഷണൽ ഡേ അവധിയാണ് നാളെയും മറ്റന്നാൾ. അപ്പോൾ എല്ലാവരും ഫെസ്റ്റീവ് മോഡിലാണ്. ഇവിടെ വിൻ്റർ ബ്രേക്കും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ അവധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി നാഷണൽ ഡേ. ഞാൻ സല്ലാക്കിൽ നിന്നാണ്. എല്ലാവർക്കും എൻ്റെ നാഷണൽ ഡേ ആശംസകൾ നേരുന്നു. ഞങ്ങൾ സല്ലാക്ക് തൊട്ട് ലൈറ്റുകൾ കാണാൻ ഇറങ്ങിയതാണ്. നാളെ എന്തായാലും തിരക്കാന്നറിയാം. അപ്പോൾ പിള്ളേരെ കൊണ്ട് വരാൻ ബുദ്ധിമുട്ടിന് ഇന്നേ തൊട്ട് ഞങ്ങൾ സല്ലാക്ക്, പിന്നെ ഉമ്മൽ ഹസം, മുഹറക്ക് അങ്ങനെ ലൈറ്റ് എല്ലാം കണ്ട് ഇനി നേരെ റൈഫയിലേക്ക് പോവാം. അവിടെ കുറച്ച് ലൈറ്റൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക്. നാട്ടിലുള്ള അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നാഷണൽ ഡേ എല്ലാ കൊല്ലം നമ്മൾ ആഘോഷിക്കാറുണ്ട്. സാധാരണ നമ്മൾ കൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറിൽ നമ്മൾ റിഫയിലൊക്കെ പോയിട്ട് ഇതാണ്. ഇന്നിപ്പോൾ നല്ല തണുപ്പും ചെറിയ മഴയും പിന്നെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. പിള്ളേരൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കണം. എന്തായാലും എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഡേ. പെറ്റുമ്മയെ പോലെയാണ്. മൊത്തത്തിൽ 23 വർഷത്തോളമായി. നല്ല ഒരു എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു ഇതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ കൊല്ലം ഒരു വർഷവും ഞാൻ വിടാറില്ല. ഏകദേശം ഒരു 10-12 കൊല്ലം ഇവിടെ നല്ലതായിട്ട് പോകുന്നു. ഇന്ന് നാഷണൽ ഡേ നല്ല ആഘോഷവും നല്ല സന്തോഷവും.